നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ ടീമിനോടൊപ്പമാണ്. എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ്റെ 2ാം വാർഷികമാണ് നടക്കാൻ പോകുന്നത്. ഈ 2ാം വാർഷികത്തിന് മെഗാ ഈവൻ്റാണ് സംഘടിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിലോട്ട് പോകാം. പ്രസിഡന്റിനോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എന്തൊക്കെയാണ് നമ്മുടെ പ്രോഗ്രാമുകൾ? നമ്മുടെ മെഗാ ഇവൻ്റ് എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മൾ ഉച്ചയ്ക്ക് 1:30 മണി മുതൽ കൾച്ചർ പ്രോഗ്രാം ആരംഭിക്കും. കൾച്ചർ പ്രോഗ്രാം നമ്മുടെ ഇൻഹൗസ് പ്രോഗ്രാമാണ്. നമ്മുടെ എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ്റെ കുടുംബാംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. അത് 1:30 മണി മുതൽ 4:30 മണി വരെ നമ്മൾ വിവിധ കലാപരിപാടികൾ, നമ്മുടെ കുട്ടികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ, അതുപോലെ തിരുവാതിര, തെയ്യം, അതുപോലെയുള്ള വിവിധ കലാരൂപങ്ങൾ നമ്മളിവിടെ നമ്മുടെ കുട്ടികൾ ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട്, സോളോ സോങ്സ് ഉണ്ട്, അതുപോലെ തന്നെ വിവിധങ്ങളായ പരിപാടികൾ നമ്മൾ ഈ കൾച്ചർ പ്രോഗ്രാമായി 1:30 മുതൽ 4:30 മണി വരെ നമ്മുടെ ഇൻഹൗസ്, നമ്മുടെ എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കുടുംബാംഗങ്ങൾ ഒത്തുചേരുന്ന സംഘടനയാണ് എമിറേറ്റ്സ് മലയാളി. ആ എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ്റെ കുടുംബാംഗങ്ങൾ അവരുടെ കലാവിരുന്നുകൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. ഓക്കെ, മറ്റൊരു ചോദ്യം. ഇത് നമ്മളിപ്പം ഷാർജ ഇന്ത്യൻ അസോസിയേഷനാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. പൊതുവേ നമുക്ക് അവിടെയുള്ള ഒരു ഹാളൊക്കെ നല്ല മനോഹരമായ ഹാളാണ്, ഫെസിലിറ്റിയൊക്കെ അടിപൊളിയാണ്. ഉള്ള മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് ആണ്. അതിനെന്ത് സംവിധാനമാണ് ചെയ്തിട്ടുള്ളത്? പാർക്കിങ്ങിന് നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അത് ഇവിടെ നേരത്തെ നമ്മൾ ഈ കമ്മിറ്റി അതുമായി ബന്ധപ്പെട്ട് ട്രാൻസ്പോർട്ട് കമ്മിറ്റി തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ആ ട്രാൻസ്പോർട്ട് കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ ഈ മെഗാ ഇവൻറ്റിൽ എത്തിച്ചേരുന്ന എല്ലാവരെയും അവരെ ഡ്രോപ്പ് ചെയ്യുന്നതിനും പിക്ക് ചെയ്യുന്നതിനുമായി ഡ്രോപ്പ് അപ്പ് ആൻഡ് പിക്കപ്പ് സംവിധാനം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാർക്കിംഗ് ഫെസിലിറ്റി അവിടെ ഷാർജ ഇന്ത്യൻ സ്കൂളിൻ്റെ പരിസരത്തും അതുപോലെ തന്നെ ഒയാസിസ് മാളിൻ്റെ ഭാഗത്തുമായിട്ട് നമ്മുടെ കുടുംബാംഗങ്ങൾ പാർക്ക് ചെയ്യും. അവരെ നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മിറ്റി വിവിധ വാഹനങ്ങളിലായി അസോസിയേഷനിലെത്തിക്കും. തിരിച്ച പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ചും എത്തിക്കും. അപ്പോൾ വാഹന സൗകര്യം നമുക്ക് ഈ പറയുന്ന പ്രദേശങ്ങൾ ഒരു ബുദ്ധിമുട്ടില്ല. നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് പരിപാടി വീക്ഷിക്കുന്നതിനുള്ള എല്ലാ സൗകര്യവും നമ്മുടെ കമ്മിറ്റി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം, പിന്നെ വരുന്ന MG ശ്രീകുമാറുണ്ട്, പിന്നെ സയനോരയുണ്ട്. അപ്പം MG ശ്രീകുമാറിൻ്റെ 40ാമത് പിന്നെ ഒരു ഇതാണ്, ആഘോഷമാണ് അല്ലേ? അതെങ്ങനെയാണ് അതിലോട്ട് എത്തിയത്? എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ്റെ 2ാം വാർഷികം അതിഗംഭീരമായി ആഘോഷിക്കണമെന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായി കമ്മിറ്റി എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ തീരുമാനമെടുത്തു ഒരു മെഗാ ഇവൻ്റ് നടത്തണമെന്ന്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് MG ശ്രീകുമാറിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. MG ശ്രീകുമാറിലേക്കും സയനൂരിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ നമ്മൾ MG ശ്രീകുമാറിനുമായി എത്തിച്ചേർന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അദ്ദേഹം മലയാള സിനിമ പിന്നണി ഗാന രംഗത്ത് 40 വർഷം പൂർത്തിയാക്കി എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മുടെ സംഘടന അദ്ദേഹത്തെ ആദരിക്കണം എന്ന ഒരു ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സിനിമാ പിന്നണി ഗാന രംഗത്ത് 40 വർഷം പൂർത്തിയാക്കുന്ന ശ്രീ MG ശ്രീകുമാറിനെ ആദരിക്കാൻ എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ തീരുമാനമെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ഈ എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ അദ്ദേഹത്തെ ആദരിക്കുക എന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് ആ പരിപാടി മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അദ്ദേഹത്തിൻ്റെ ഈ 40 വർഷത്തെ പിന്നണി ഗായന രംഗത്ത് ഉള്ള ഒരു വലിയ അംഗീകാരമായി അദ്ദേഹം അതിനെ കാണുന്നു എന്ന് അദ്ദേഹം നമ്മളെ അറിയിക്കുകയും അദ്ദേഹം അതിനോട് നമ്മൾ പ്രത്യേകം നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചെയർമാനോട് മറ്റൊരു ചോദ്യം. ഈ പ്രോഗ്രാമിനെ എങ്ങനെയാണ് കാണുന്നത്? ഇത്രയും വലിയൊരു പ്രോഗ്രാമാണ്, മെഗാ ഈവൻ്റ്. എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ എന്ന് പറയുന്നത് 2ാം വാർഷികത്തോട്ട് പോകുമ്പോൾ ഇത്രയും വലിയൊരു പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ അതിലേക്ക് എങ്ങനെയാണ് എത്തപ്പെട്ടത്? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള UAE-യിലുള്ള മലയാളികളുടെ ഒരു കൂട്ടായ്മയാണ് എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ അഥവാ ഇമ എന്ന് പറയുന്നത്. ഇത് ഷാർജ ഇന്ത്യൻ അസോസിയേഷനിലെ പ്രധാനപ്പെട്ട 100ഓളം അംഗങ്ങളും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ നീഡായിട്ടുള്ള പേരൻസിനെയും നമ്മുടെ മലയാളികളായിട്ടുള്ള വിവിധ കുടുംബ അംഗങ്ങളെയൊക്കെ ചേർത്ത് കോർത്തിണക്കിക്കൊണ്ട് ഉണ്ടാക്കിയ ഒരു സംഘടനയാണ്. അതായത് നമ്മുടെ പ്രവാസ ലോകത്ത് നമ്മൾ പിന്നെ ഒറ്റപ്പെടലിൻ്റെ ഒരു അനുഭവം വരാതിരിക്കുന്നതിന്, ചേർത്ത് പിടിക്കുന്നതിനും, പിന്നെ ഒരു കുടുംബം എന്നുള്ള രീതിയിൽ നമ്മളെല്ലാ ആളുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ഉണ്ടാക്കിയൊരു സംഘടനയാണ്. ഇതിന് ഇപ്പോൾ 2ാം വാർഷികമാണ് നമ്മൾ പിന്നെ ആഘോഷിക്കുന്നത്. അത് ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ
കമ്മ്യൂണിറ്റി ഹാളിൽ ഇങ്ങനൊരു മെഗാ ഇവൻ്റ് സംഘടിപ്പിക്കുമ്പോൾ പിന്നെ ഒരുപാട് പരിമിതികളുണ്ട്. കാരണം ഒരു വലിയ ഗായകൻ, ഒരു മലയാളത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട പിന്നണി ഗായകൻ അതോടൊപ്പം തന്നെ സയനോരയൊക്കെ എത്തുമ്പോൾ പ്രേക്ഷകരായി ഒത്തിരി ആളുകൾ എത്തും എന്നറിയാം. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഇന്ത്യൻ അസോസിയേഷൻ്റെ കുടക്കീഴിൽ പിന്നെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ അവിടെ ആ വെന്യൂ അവിടെ തന്നെ ആവണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഒട്ടേറെ പിന്നെ അതിന് അനുബന്ധിച്ച് ഒരുപാട് മുൻകരുതലുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. തീർച്ചയായും ഇത് നമ്മുടെ സംഘടനയ്ക്ക് വലിയ ഒരു മൈലേജ് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ സജിത്ത് അരീക്കര, എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഈ മഹോത്സവം 2026 നമ്മൾ അടുത്ത ഞായറാഴ്ച ജനുവരി 11-ാം തീയതി ഉച്ചയ്ക്ക് 1:30 മുതലാണ് ഇൻഹൗസ് പ്രോഗ്രാം തുടങ്ങുന്നത്. 1:30 തുടങ്ങി ഒരു 4:30 വരെ ഇൻഹൗസ് പ്രോഗ്രാമും അത് കഴിഞ്ഞിട്ടാണ് MG ശ്രീകുമാറിനെ ആദരിക്കുന്ന ചടങ്ങും സാംസ്കാരിക സമ്മേളനം. അത് കഴിഞ്ഞ് നാട്ടിൽ നിന്ന് വരുന്ന ശ്യാംലാൽ, സയനോര എന്നിവർ നയിക്കുന്ന മനോഹരമായ ഗാനമേളയും നടത്തപ്പെടുന്നത്. കൂടാതെ ഇതിൽ ഉള്ള എൻട്രി പാസുകൾ നമ്മുടെ മെമ്പർമാർ മുഖേന നമ്മളെല്ലാവരിലേക്കും എത്തിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ സ്പോൺസർമാർ, കോ സ്പോൺസർമാർ, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ സംഘടനാ നേതാക്കൾ എല്ലാവർക്കും നമ്മൾ പരിപാടിക്ക് ഒരു 2 ദിവസം മുമ്പ് തന്നെ പാസുകൾ വിതരണം ചെയ്യുന്നുണ്ട്. അഥവാ കിട്ടാത്തവരുണ്ടെങ്കിൽ അന്ന് അവിടെ പ്രത്യേക കൗണ്ടർ ഉണ്ടായിരിക്കുന്നതാണ് പാസുകൾ കൊടുക്കാൻ. ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമ്മുടെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം, നമ്മൾ അതിമനോഹരമായ 8 മണിക്കൂറിൻ്റെ പ്രോഗ്രാമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 8 മണിക്കൂർ നമ്മൾ 13 കമ്മിറ്റിയെ, നേരത്തെ ശിവു പറഞ്ഞതുപോലെ 13 കമ്മിറ്റി, 100ഓളം കമ്മിറ്റി മെമ്പേഴ്സ്, അതിൽ കൾച്ചറൽ പ്രോഗ്രാം 144 മിനിറ്റുള്ള ഒരു കൾച്ചറൽ പ്രോഗ്രാമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ 144 മിനിറ്റും നമ്മുടെ ഓൺ ബോർഡ് ടീം തന്നെയാണ്. പുറത്തുനിന്ന് നമ്മൾ ആരെയും എടുത്തിട്ടില്ല. ഇതിൽ ഒരു പ്രോഗ്രാം നമ്മൾ പുറത്തുനിന്ന് എടുത്തിട്ടുണ്ട്, 144 പ്ലസ് അത് ഒരു 7 മിനിറ്റുള്ള പ്രോഗ്രാമാണ്. അത് തെയ്യം, അത് നമ്മുടെ ടൈം അനുസരിച്ച് വേണോ വേണ്ടോ എന്നുള്ള ഫൈനൽ ഡിസിഷൻ ഇന്നെടുക്കും. അതിനുശേഷം പബ്ലിക് മീറ്റിംഗ് നമ്മൾ 90 മിനിറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. MG ശ്രീകുമാർ ഏകദേശം 1 മണിക്കൂറോളം അദ്ദേഹം നമുക്ക് പെർഫോമൻസ് ഉണ്ടാവും. അതിനുശേഷം സയനോര, ശ്യാംലാൽ എന്നിവർ ഏകദേശം 3 മണിക്കൂറോളം പ്രോഗ്രാം അവതരിപ്പിക്കും. അപ്പോൾ നമുക്ക് ഏകദേശം 8 മണിക്കൂറത്തെ പ്രോഗ്രാം ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും 2 മണിക്ക് തന്നെ നമ്മുടെ പ്രോഗ്രാം ആരംഭിച്ച് രാത്രി 10 മണിയാകുമ്പോഴേക്കും അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. ഇന്നത്തെ യോഗാധ്യക്ഷനും ഇമ്മയുടെ ആദരണീയായ പ്രസിഡന്റ് ശ്രീ ഷാജിലാൽ അവർ, ജനറൽ സെക്രട്ടറി സജിത്ത്, അതുപോലെ തന്നെ ഒരാളുടെ പേരെടുത്ത് പറയുന്നില്ല, നമ്മുടെ മുഖ്യ രക്ഷാധികാരികൾ, ചെയർമാൻ, അതുപോലെ തന്നെ ബാക്കി സഹഭാരവാഹികളെ, ഇമ്മയുടെ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. നല്ലൊരു നിറഞ്ഞൊരു സദസ്സാണ് നമുക്കുള്ളത്. സദസ്സും വേദി എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടിയുണ്ട്. നല്ലൊരു പരിപാടിയാണ് നമ്മൾ അഭിമുഖീകരിക്കാൻ വരുന്നത്. ഇന്ത്യൻ അസോസിയേഷൻ ജനുവരി 11-നാണ് നമ്മൾ ഏകദേശം 2 മണിക്കാണ് പരിപാടി തുടങ്ങാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കുടുംബാംഗങ്ങളും, ഇമ്മയുടെ എല്ലാ കുടുംബാംഗങ്ങളും വളരെ നേരത്തെ തന്നെ എത്തണം എന്നുള്ള വിനീതമായ അഭ്യർത്ഥന ആദ്യം തന്നെ മുമ്പോട്ട് വെക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാ കാര്യങ്ങളും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. എന്നാലും 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട CPST അഡ്വൈസറി ബോർഡ് അംഗങ്ങൾ, നമ്മുടെ മുജീബക്ക, ഷാവലുക്ക, അതുപോലെ കൂടാതെ നമ്മുടെ ജനറൽ ബോഡി വന്ന എല്ലാ അംഗങ്ങളും, ഭാരവാഹികളും എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പരിപാടി വിമോത്സവം അടുത്ത ആഴ്ചയാണെങ്കിലും വിമോത്സവത്തിന് മുമ്പുള്ള വിമോത്സവമായിട്ടാണ് ഞാനിപ്പോൾ ഈ പരിപാടി കണക്കാക്കുന്നത്. ജനറൽ ബോഡി നമ്മൾ 100-125ഓളം അംഗങ്ങളോടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 100ഓളം പേര് 10 പേരെ വെച്ച് അവിടെ കൊണ്ടുവന്നാൽ തന്നെ 1000 പേര് അടുത്ത ആഴ്ച നമ്മുടെ പരിപാടിക്ക് നമ്മുടെ അംഗങ്ങളുടെ തന്നെ 1000ഓളം പേര് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പരിപാടി ഒരു വമ്പിച്ച വിജയമാക്കാൻ നമുക്ക് കഴിയും. ഈ പരിപാടിക്ക് വേണ്ട എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. വിമോത്സവവുമായി ബന്ധപ്പെട്ട് ഓർഗനൈസിംഗ് കമ്മിറ്റിയെ പരിചയപ്പെടുത്തുകയാണ്. ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ അഡ്വൈസർ എന്ന് പറയുന്നത് നമ്മുടെ ഷാഹുൽ ഹമീദ് അവർകളാണ്. അദ്ദേഹം വേദിയിൽ തന്നെയുണ്ട്. ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ ഖാൻ പാറയിലാണ്. പ്രസിഡന്റ് നിങ്ങൾക്കറിയാം, ഞാൻ തന്നെയാണ്. ജനറൽ സെക്രട്ടറി ശ്രീ സജീദ് അരീക്കര, ട്രഷറർ ശ്രീ രാജശേഖരൻ വെടിത്തറയ്ക്കൽ, കോർഡിനേറ്റർ സെക്രട്ടറി ശ്രീ അഭിലാഷ് രത്നാകരൻ,
ജനറൽ കൺവീനർ, പ്രോഗ്രാമിന്റെ ജനറൽ കൺവീനർ ശ്രീ ഷിബു മുഹമ്മദ്, പ്രോഗ്രാം ഡയറക്ടർ ശ്രീ ബിനോയ് പിള്ളൈ. ബിനോയ് പിള്ളൈ ഇവിടെ സ്റ്റേജിലേക്ക് വരാൻ അഭ്യർത്ഥിക്കുന്നു, പ്ലീസ്. ഓക്കെ. അടുത്തത് നമ്മുടെ ജോയിന്റ് ജനറൽ കൺവീനർ സുമിത് കെട്ടിടത്തിൽ, അദ്ദേഹം നാട്ടിലാണ്, എത്തിച്ചേർന്നിട്ടില്ല. ഇത്രയും പേരാണ് ഓർഗനൈസിംഗ് കമ്മിറ്റിയിലുള്ളത്. അതുപോലെ മറ്റൊരു അഡ്വൈസർ ശ്രീ മുജീബ്, ദയവായി എല്ലാവരും ഈ വേദിയിലേക്ക് വരണം. ശ്യാം എത്തിയിട്ടില്ല. അതുപോലെ മുജീബ്. അടുത്തത് നമ്മുടെ സ്പോൺസർഷിപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ രാജശേഖരൻ വെടിത്തറയ്ക്കലാണ്. അതുപോലെ വൈസ് ചെയർമാൻ ശ്രീ പ്രഭാത് നായർ. അതുപോലെ ഇതിന്റെ ചീഫ് കോർഡിനേറ്റർ, സ്പോൺസർഷിപ്പ് കമ്മിറ്റിയുടെ ചീഫ് കോർഡിനേറ്റർ, നമ്മുടെ സംഘടനയുടെ എഡിറ്റർ കൂടിയായ ശ്രീ അനിൽ അടുക്കം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രസിഡന്റ്, ചെയർമാൻ, മറ്റു വിശിഷ്ട വ്യക്തികൾ, നമ്മുടെ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു പരിപാടിയായി തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ശ്രീ മുജീബാണ്, അദ്ദേഹം 2 വാക്ക്. സാംസ്കാരിക പരിപാടിയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ നേരം വീഴും. പിന്നെ അവിടെ കിട്ടുക 1 മണിക്കൂറാണ്. അപ്പൊ ഈ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പലർക്കും കുഴപ്പമില്ല, കാരണം അവർക്ക് പൈസ കിട്ടി. ഇനി 1 മണിക്കൂറോ 2 മണിക്കൂറോ അവർക്ക് വിഷയമല്ല. അപ്പൊ നമ്മൾ മാക്സിമം നമ്മുടെ പരിപാടികൾക്ക് അക്യുറേറ്റ് ടൈം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല. നമുക്ക് MG ശ്രീകുമാറിന്റെയും സൈനോയുടെയും നല്ല നല്ല പാട്ടുകൾ കേൾക്കണമെങ്കിൽ നമ്മുടെ ട്രഷറർ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് സമയത്ത് പരിപാടി നടത്തിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്തായാലും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. സ്പോൺസർഷിപ്പ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ ശ്രീ പ്രഭാത് നായർ. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മറ്റ് പ്രിയപ്പെട്ടവരെ, എങ്കിലും നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള അഡ്വൈസറി ബോർഡ് അംഗം ശ്രീ മുജീബ്, അദ്ദേഹം ഒരു വളരെ വലിയൊരു ഫാമിലിയുടെ ഉടമസ്ഥനും കൂടെയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം സ്പോൺസർഷിപ്പ് കമ്മിറ്റിയുടെ അംഗം എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും പരിഗണിക്കുന്ന ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമ്മൾ പരിഗണിക്കുന്നതും മനസ്സിൽ വെച്ചേക്കുന്ന ഒരു ഉപദേശമായിട്ട് തന്നെ എടുക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളും അതിന് മുന്നിട്ടുള്ള പ്രവർത്തനങ്ങളും എല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. എല്ലാവിധ സപ്പോർട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൺവീനർ ശ്രീ ബിന്ദിയ അഭിലാഷ്, അതുപോലെ തന്നെ ജോയിന്റ് കൺവീനർ ഷഹിന മുഹമ്മദ് റിയാസ് വേദിയിലേക്ക് വരണം. അതുപോലെ അശ്വനി സജിത്ത്, ഇവരാണ് നമ്മുടെ റിസപ്ഷൻ കമ്മിറ്റി. റിസപ്ഷൻ കമ്മിറ്റി ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് അതിന്റെ കൺവീനർ വിദ്യ അഭിലാഷ് വിശദീകരിക്കും. നമസ്കാരം. റിസപ്ഷൻ കമ്മിറ്റിയുടെ മെയിൻ ചുമതല എന്ന് പറയുന്നത് നമ്മുടെ സ്പോൺസർമാര്, നമ്മുടെ ഗസ്റ്റ്, അവരെയൊക്കെ അന്നത്തെ ദിവസം നന്നായിട്ട് സ്വീകരിക്കുക, അവർക്ക് വേണ്ട പ്രാധാന്യത്തോടുകൂടി അവരെ സ്വീകരിച്ചിരുത്തുക. ഇനാഗുറേഷന് വേണ്ടിയിട്ടുള്ള വിളക്ക്, അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ബാക്കി അന്നത്തെ ദിവസം റിസപ്ഷൻ കമ്മിറ്റിയിൽ കുറച്ച് അംഗങ്ങളെയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ച് നമുക്ക് നമ്മുടെ പരിപാടി വൻ വിജയത്തിൽ എത്തിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. കൾച്ചറൽ കമ്മിറ്റിയുടെ അഡ്വൈസർ ശ്രീ ബെനറ്റ്, അതുപോലെ കൺവീനർ ശ്രീമതി ലീന രാജീവ്. ശ്രീമതി ലീന രാജീവ് നമ്മുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ശ്രീ ലീന രാജീവ്. അതുപോലെ തന്നെ മറ്റൊരു കൺവീനർ ജീവൻ എസ് നായർ, അതുപോലെ സുമേഷ്, കൺവീനർ സുമേഷ്, ജോയിന്റ് കൺവീനർ അനുപ്രിയ, മുനീറ സലീം. നമ്മുടെ കൾച്ചറൽ കമ്മിറ്റി പ്രോഗ്രാം ഇൻഹൗസ് നമ്മുടെ മെമ്പേഴ്സിനും അവരുടെ കുടുംബാംഗങ്ങളും മാത്രമായിട്ട് നമ്മൾ ചുരുക്കിയിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു 35ഓളം എൻട്രീസ് നമുക്ക് വന്നതിൽ നമ്മളത് വെളിയിൽ നിന്നുള്ള പ്രോഗ്രാം എല്ലാം കട്ട് ചെയ്ത് അവസാനം നമ്മളൊരു 15 പ്രോഗ്രാമിലേക്ക് നമ്മൾ അത് ചുരുക്കിയിട്ടുണ്ട്. നമ്മുടെ എല്ലാ പ്രോഗ്രാമും വളരെ സപ്പോർട്ടീവായിട്ട് നമ്മുടെ മക്കളൊക്കെ അതുപോലെ നമ്മുടെ മെമ്പേഴ്സൊക്കെ പെർഫോം ചെയ്യുമ്പോൾ മാക്സിമം സപ്പോർട്ടും എല്ലാം കൊടുത്ത് വൻ വിജയമാക്കണമെന്ന് എല്ലാവരും അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. നമസ്കാരം. ജനറൽ കൺവീനർ പറഞ്ഞതുപോലെ നമ്മുടെ മീഡിയ കമ്മിറ്റിയുടെ പ്രവർത്തനം ഹിമോത്സവത്തിന്റെ ബ്രോഷർ ഡിസൈനിങ്ങോട് കൂടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പരിപാടിക്ക് മുന്നോടിയായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഓൾമോസ്റ്റ് കഴിഞ്ഞു. എല്ലാ ഡിസൈനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്ത CPSTക്ക് നന്ദി പറയുന്നുണ്ട്. കാരണം നമ്മൾ ആ ഡിസൈനിങ്ങിന്റെ സമയത്ത് ഒത്തിരി സജഷൻസും കാര്യങ്ങളും അവർ തന്നതിന്റെ ഫലമായിട്ടാണ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയത്. ബഹുമാനപ്പെട്ട
അധ്യക്ഷൻ, മറ്റ് ചെയർമാൻ, മറ്റ് ഭാരവാഹികൾ എല്ലാവർക്കും ഒരു ശുഭ സായാഹ്നം. വളരെ അടുക്കും ചിട്ടയോടും കൂടി രണ്ടാം വാർഷികത്തിലേക്ക് ഇമ പ്രവേശിക്കുക. ഈ വലിയ ഒരു ഇവന്റുമായിട്ട് കടന്നു വന്നത് തന്നെ ഇമയുടെ പ്രവർത്തന പ്രാഗൽഭ്യവും അതേപോലെ വലിയൊരു സംഘടനയായി ഈ സംഘടന മാറി എന്നതും കൃത്യമായി വിളിച്ചു നോക്കുക. തീർച്ചയായിട്ടും ഇവിടുന്ന് അങ്ങോട്ടും നമ്മൾ ഓരോ മേഖലയിലുള്ള പ്രവർത്തനങ്ങളും കൃത്യമായി മുന്നോട്ട് പോയാൽ ഷാർജയിൽ എന്നല്ല UAE തന്നെ പ്രവാസികളുടെ ഇടയിൽ കൃത്യമായി അടയാളപ്പെടുത്തി പോകാൻ കഴിയുന്ന ഒരു സംഘടനയായി ഈ സംഘടന മാറും എന്നതിൽ യാതൊരു തർക്കവുമില്ല. പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവിധ വിജയവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. നമ്മുടെ കമ്മിറ്റി സ്റ്റേജ് ആൻഡ് ഡെക്കറേഷൻ കമ്മിറ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാം കയറി വരുമ്പോൾ ആദ്യം കാണുന്ന വെൽക്കം ബോർഡ് മുതൽ നല്ല ഭംഗിയായി നിങ്ങൾക്ക് മുന്നിൽ സ്റ്റേജ് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതുവരെയുള്ള എല്ലാം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കടത്തിയിരിക്കുന്നത്. അതെല്ലാം ഇതുവരെ വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റേജ് എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായി ലൈറ്റ് ആൻഡ് സൗണ്ട് ഇതെല്ലാം ഓൾറെഡി കൺഫേംഡ് ആയിട്ടുണ്ട്. വേദിയിലിരിക്കുന്ന ഇമയുടെ ഭാരവാഹികളെ, ഇമയുടെ നെടുന്തൂണുകളായ മെമ്പർമാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ എമിറേറ്റ്സ് മലയാളി അസോസിയേഷനിൽ ഇതുവരെ ആയിട്ടും ഏകദേശം 145ഓളം മെമ്പേഴ്സ് ഉണ്ട്. നമ്മൾ അതിൽ എക്സിക്യൂട്ടീവ് അടക്കം 94 മെമ്പേഴ്സ് തന്നെയാണ്. ഞാൻ റിയാസിനോട്, നമസ്കാരം. നിങ്ങളെ പലരെ ഞാൻ വിളിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് പല സമയത്തായിട്ട്. പക്ഷെ അത് ഞങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചിട്ടുള്ളത്. വോളണ്ടിയർ കമ്മിറ്റിയുടെ കൺവീനറാണ്. വോളണ്ടിയർ കമ്മിറ്റിക്ക് നമ്മളെ പുറത്തുനിന്ന് സെക്യൂരിറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 8 സെക്യൂരിറ്റിയാണ് നമ്മളെ പുറത്തുനിന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാവരും പാസ് കൊണ്ട് വന്നാലേ അകത്തോട്ട് കയറ്റത്തുള്ളൂ. ബാരിയർ കാര്യങ്ങളൊക്കെ അന്നത്തേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് പരിപാടിയിൽ അന്ന് രാവിലെ അവിടെ എല്ലാം റെഡിയാക്കും. എല്ലാവർക്കും നമസ്കാരം. ആൾറെഡി സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ പ്രിന്റിംഗ് ആണ്. അത് നമ്മുടെ ഓർഗനൈസിങ് കമ്മിറ്റി നമുക്ക് തരുന്ന ലിസ്റ്റ്, സ്പോൺസേഴ്സിൻ്റെ ലിസ്റ്റ് കണക്കാക്കി നമ്മളത് ചെയ്യുന്നതാണ്. ഡിസൈൻ ചെയ്ത് എല്ലാവരുടെയും അപ്രൂവൽ വാങ്ങിച്ച് പ്രിന്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. 4 കാറ്റഗറി ആയിട്ടാണ് നമ്മുടെ മൊമെന്റോ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ. എല്ലാവർക്കും നമസ്കാരം. കമ്മിറ്റിയുടെ മെയിൻ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ഗസ്റ്റ് MG ശ്രീകുമാർ, അദ്ദേഹത്തിൻ്റെ വൈഫ്, അതുപോലെ സൈനോര, ശ്യാംലാൽ, ഇവരുടെ എല്ലാം ടിക്കറ്റ്, വിസ, അവരുടെ ഹോട്ടൽ സ്റ്റേ, ഫുഡ്, ഇതെല്ലാം അറേഞ്ച്മെൻറ്റ്സ് നമ്മുടെ ഓർഗനൈസിങ് കമ്മിറ്റിയുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്പോൺസർമാർ, മെയിൻ ഗസ്റ്റ്, അവരും മെയിൻ ഗസ്റ്റാണ്. അവർ വരുന്ന ദിവസം നമ്മുടെ പ്രോഗ്രാമിൻ്റെ അന്ന് അവരെ വെൽക്കം ചെയ്യുന്നത് റിസപ്ഷൻ കമ്മിറ്റിയായി ചേർന്ന് കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇവിടെ മറ്റുള്ളവരാരും എത്തിയിട്ടില്ല, അവർ നന്നായിട്ട് ഇതിന് വേണ്ടിയിട്ട് സഹകരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിൻ ഞങ്ങൾ ചെയ്യുന്നത്. ഞായറാഴ്ച തന്നെ പാർക്കിൻ്റെ വിഷയം ഓൾറെഡി നെഗോഷിയേറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പാർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് OS മാൾ ഏരിയയുള്ള കറ്റ് പാർക്ക് ഏരിയയാണ്. അവിടെ നമ്മൾ വർക്ക് ഓൾറെഡി റെഡി ആയിരിക്കും. അതിൻ്റെ ടൈമും കാര്യങ്ങളും പിന്നെ വിശദീകരിക്കുന്നതായിരിക്കും. കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ പോസ്റ്റർ ഇറക്കിയിരിക്കും. ഓക്കെ, താങ്ക് യു. പ്രിയപ്പെട്ട ഇമ പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് ഭാരവാഹികളെ, അംഗങ്ങളെ, ഫുഡിൻ്റെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ അറേഞ്ച്മെന്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. കൺസോളിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പോകുന്നതുള്ള ഈ ആഴ്ചയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ. നമ്മുടെ മീഡിയ കമ്മിറ്റി ഇവിടെ നമ്മൾ വെളിയിലാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ പോസ്റ്റേഴ്സും തയ്യാറാക്കാനായിട്ട്. നമസ്കാരം. സംഘടന ഏത് ചിട്ടയിലാണ് നടക്കേണ്ടതെന്ന് നല്ല പ്രസിഡന്റ്, നല്ല ചെയർമാൻ, നല്ല ട്രഷറർ, അതുപോലെ നല്ല മെമ്പേഴ്സ്
ഇവിടെ കാണിച്ചു തരുന്നുണ്ട് ഓരോ കാര്യങ്ങളിലും. എല്ലാവരും ഇനി വരാനിരിക്കുന്ന നമ്മുടെ ദിവസം ജാനുവരി 11 അന്ന് ഇന്ത്യൻ അസോസിയേഷൻ നമുക്ക് ഇളക്കി മറിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒരുപോലെ പ്രവർത്തിക്കണം. അതുപോലെ നമ്മൾ ഉച്ചഭക്ഷണം, സ്നാക്സ്, ചായ, വൈകുന്നേര ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെതായ സമയത്ത് സെർവ് ചെയ്യും. എല്ലാ ആളുകളും നേരത്തെ എത്തിച്ചേരണം എന്നുകൂടി പറയാൻ വേണ്ടിയാണ് ഈ അവസരം ഉപയോഗിച്ചത്. ഈ യോഗത്തിന് ഔദ്യോഗികമായ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി എമറേറ്റ്സ് മലയാളി അസോസിയേഷന്റെ പ്രിയങ്കരനായ ട്രഷറർ ശ്രീ രാജശേഖരൻ വെളിത്തിറക്കൽ അവരെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും ഒന്നുകൂടി നമസ്കാരം. വളരെ വ്യക്തമായി തന്നെ കൃത്യതയോടുകൂടി അടക്കും ചിട്ടിയുള്ള സംഘടന എന്ന് തന്നെ ഇതിന്റെ നമ്മുടെ രക്ഷാധികാരികൾ സൂചിപ്പിക്കേണ്ടായി. തീർച്ചയായിട്ടും വലിയൊരു ദൗത്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. എല്ലാവരോടും ഒന്നുകൂടി അഭ്യർത്ഥിക്കുന്നു, ജനുവരി 11 തീർച്ചയായിട്ടും നമ്മൾ ആ മെഗാ ഇവന്റ് ഒത്തൊരുമയോടുകൂടി നല്ല വിജയത്തിൽ എത്തിക്കണം എന്നുള്ള റിക്വസ്റ്റാണ് പറയാനുള്ളത്. ഈ പല സബ് കമ്മിറ്റികളിലുള്ള മെമ്പർമാർ ചിലവരൊക്കെ നമുക്കൊക്കെ പുതുമുഖങ്ങളാണ്. 2 വയസ്സ് പ്രായമായിട്ടുള്ള നമ്മുടെ എമിറേറ്റ്സ് മലയാളി അസോസിയേഷനെ ഇത് ഈ ഈവന്റോടുകൂടി നമ്മൾ ഒരുപാട് വ്യക്തിത്വങ്ങളെ പരസ്പരം മനസ്സിലാക്കുകയും നമ്മുടെ കൈകോർത്ത് പിടിക്കുകയും നമ്മളെ നല്ല വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള ശുഭാപ്തി വിശ്വാസം ട്രഷറായി എനിക്ക് നല്ലവണ്ണമുണ്ട്. നിങ്ങൾ എല്ലാവരിലും അതുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷവേദി, എക്സിക്യൂട്ടീവ് മെമ്പർമാർ, അതുപോലെ സബ് കമ്മിറ്റി അംഗങ്ങൾ, കുടുംബാംഗങ്ങൾ, എമിറേറ്റ്സ് മലയാളി അസോസിയേഷന്റെ എല്ലാ കുടുംബാംഗങ്ങളും എല്ലാവർക്കും ഇന്നത്തെ ഈ ജനറൽ ബോഡി വിജയമാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.